നമസ്കാരം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. മന്ത്രി എ.കെ. ബാലൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയാണ് ഈ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം 2 നടന്മാർ പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ജയസൂര്യയും സൗബീൻ ഷാഹിനും ഈ 2 പേരും മികച്ച നടന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും മികച്ച സംവിധായകനായി ഒ രാജഗോപാലിന്റെ മകൻ ശ്യാമപ്രസാദിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഏറ്റവും മികച്ച ചിത്രം കാന്തൻ ദി ലവർ ഓഫ് കളർ എന്നതാണ്. ഷരീഫ് സി ആണ് അതിൻ്റെ സംവിധായകൻ. ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രം ഒരു ഞായറാഴ്ച, അതാണ് ശ്യാമപ്രസാദിനെ ഏറ്റവും മികച്ച സംവിധായകൻ ആക്കിയിരിക്കുന്നത്. ജയസൂര്യയെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കാൻ കാരണമായിരിക്കുന്നത് ക്യാപ്റ്റൻ ഞാൻ മേരിക്കുട്ടി എന്നീ 2 സിനിമകളിലെ അഭിനയമാണ്. സൗബീൻ ഷാഹിനെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ജയസൂര്യയുമായി ഷെയർ ചെയ്യുന്നതിന് അവസരമൊരുക്കിയത് സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയിലെ അഭിനയത്തിലാണ്. സംവിധായകനായി ശ്യാമപ്രസാദിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഞായറാഴ്ചയുടെ പേരിലാണ്. ഏറ്റവും മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നിമിഷ സജയൻ എന്ന നടിയാണ്. അത് കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമ, ചോല എന്നീ 2 സിനിമകളിലെ അഭിനയത്തിനാണ് നിമിഷയെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം അർഹനാക്കിയത്. ഏറ്റവും മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജോജു ജോർജ് ആണ്. ഇദ്ദേഹം ജോസഫ് എന്ന സിനിമയിലെ മികച്ച അഭിനയമാണ് ജോജു ജോർജിനെ അവാർഡ് ജേതാവാക്കിയത്. സ്വഭാവ നടിക്കുള്ള പുരസ്കാരം 2 പേർക്കാണ്. സാവിത്രി എന്ന ആൾക്കും സരസ എന്ന നടിക്കും 2 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. സാവിത്രിയെ ചോലയിലെ അഭിനയത്തിനും സരസയെ സുഡാനിയിലെ അഭിനയത്തിനുമാണ് അവാർഡ്. അവനി ആദിത്യക്കാണ് ഏറ്റവും മികച്ച ബാലതാരം. കഥാകൃത്ത് ജോയി മാത്യു ആണ് അങ്കിൾ എന്ന സിനിമയുടെ. ഏറ്റവും മികച്ച ക്യാമറാമാൻ KV മോഹനൻ കാർബൺ എന്ന സിനിമയ്ക്കാണ്. തിരക്കഥയുടെ അവാർഡ് സക്കറിയ മുഹമ്മദിന് സുഡാനിയുടെ തിരക്കഥ എഴുതിയതിന് കിട്ടിയിരിക്കുന്നു. ഗാനരചന ഹരി നാരായണനാണ്. ജോസഫിലെ സിനിമയാണ് പുരസ്കാരത്തിന് അർഹനാക്കിയിരിക്കുന്നത്. സംഗീത സംവിധായകൻ വിശാൽ ഭരദ്വാജാണ്. കാർബണിലെ സിനിമയിലെ സംഗീതം നൽകിയതിനാണ് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം വിശാലിന് ലഭിച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം ബിജി പാലിന് ലഭിച്ചിരിക്കുന്നു. ആമിയിലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയതിനാണ് ലഭിച്ചിരിക്കുന്നത്. ഗായകനായി വിജയ് യേശുദാസ് നേടിയിരിക്കുന്നു. ജോസഫിലെ ഗാനങ്ങൾ എഴുതിയതിനാണ് വിജയ് യേശുദാസിനെ അർഹമാക്കിയിരിക്കുന്നത്. ഗായിക ശ്രേയ ഘോഷാലാണ് ആമിയിലെ നീർമാതളം എന്ന ഗാനത്തിന് വേണ്ടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട 100-ലധികം സിനിമകൾ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും വരെ സിനിമ മികച്ച നടനുള്ള പുരസ്കാരത്തിനുവേണ്ടി മത്സരിച്ചിരുന്നു. മോഹൻലാലിന് 2 സിനിമകൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒടിയനിലെ അഭിനയവും കായംകുളം കൊച്ചുണ്ണിയിലെ അഭിനയത്തിനും. എന്നാൽ അതടക്കമുള്ള ഒട്ടേറെ നടന്മാരുണ്ടായിരുന്നെങ്കിലും ജയസൂര്യ തന്നെയാണ് ഏറ്റവും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജയസൂര്യയ്ക്കൊപ്പം മത്സരിച്ച ജോജു ജോർജിനെ സഹനടനുള്ള പുരസ്കാരം, അതായത് സ്വഭാവ നടനുള്ള പുരസ്കാരവും കൊടുത്തിരിക്കുകയാണ്. എന്തായാലും മലയാള സിനിമയിലെ ഏറ്റവും അധികം സിനിമകൾ മത്സര രംഗത്തുണ്ടായിരുന്ന പ്രമുഖ സംവിധായകന്മാരുടെ PV ചന്ദ്രൻ അടക്കമുള്ള പ്രമുഖ സംവിധായകന്മാരുടെ സിനിമകൾ ഉണ്ടായിരുന്നു. ഷാജി എൻ കരുണും TV ചന്ദ്രനും അടക്കമുള്ള പ്രമുഖരായ സംവിധായകരുടെ സിനിമയൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇന്ന് ഈ പുരസ്കാര പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. വിവാദങ്ങൾ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരില്ല. പ്രത്യേകിച്ച് കമൽ, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന കമലിന്റെ സിനിമയടക്കം ഉള്ളതൊക്കെ പരിഗണനയിലെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ അധികമാരും കേട്ടിട്ടില്ലാത്ത, എന്നാൽ കലാമൂല്യത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പുരസ്കാര നിർണയമാണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ജയസൂര്യയുടെ പുരസ്കാരം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. മലയാളത്തിൽ ഒട്ടേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പുരസ്കാരം അടുത്തെങ്ങും എത്തിയിരുന്നില്ല. ജയസൂര്യ ഇക്കുറി നേടിയത് അനേകം പ്രഗത്ഭരോട് മത്സരിച്ച് തന്നെയാണ് എന്ന് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ പലപ്പോഴും അവാർഡുകളിൽ രാഷ്ട്രീയം കലരുമ്പോൾ ശ്യാമപ്രസാദിനെ മികച്ച സംവിധായകനാക്കിയതും കലാമൂല്യത്തിനോ അല്ലെങ്കിൽ മികവിനുള്ള അംഗീകാരമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.